സമയം രാവിലെ 3:15. നേരം പെരപെരാന്ന് വെളുക്കുന്നതേ ഉള്ളൂ. റോഡ് സൈഡിൽ ആരുമില്ല. രാവിലെ ഒരു മേളമുണ്ട്, അതിനു വേണ്ടി എഴിച്ചു നിൽക്കുകയാണ്. അയൽവാസിയായ അമൽ ബോയെ കാത്ത് ഞാൻ നിൽക്കുകയാണ്. ദോ അവൻ്റെ വീട്. ബോയുടെ വീട്ടിൽ ലൈറ്റ് കത്തിയിരിക്കുകയാണ്. അവനെ കാത്ത് നിൽക്കാം. അമലേ, കതക് തുറന്നു. ചെറുക്കൻ്റെ പാതി രാത്രി വെളുപ്പാൽ ഉറക്കമില്ലാതെ കഴിച്ചിരിക്കുകയാണ് അവൻ്റെ അനിയെ. അവൻ വരികയാണ് സുഹൃത്തുക്കളെ. മന്ദം മന്ദം. വിളിച്ചില്ലേ അവനെ? ഒരു ബൈക്ക്. അവൻ വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. വെളുപ്പാ രാവിലെ കൃത്യനിഷ്ഠ. അവൻ കറക്റ്റ് സമയമാണ്. 3 മണി വരെ 3:30 എത്തിയിട്ടുണ്ട്. സുഹൃത്തുക്കളെ, ഞങ്ങൾ പോവുകയാണ് മേളത്തിന്, അതായത് ചെണ്ടമുറിയിലേക്ക് യാത്ര. ഹെൽമെറ്റ് വേടാ. ഹെൽമെറ്റ് വെച്ചിട്ടുണ്ട് അവൻ. ചെണ്ടമുറിയിലേക്ക് കയറുകയാണ്. എൻ്റെ സബ്സ്ക്രൈബറാണ്. നാട്ടിൽ പേര് കേട്ടവൻ. ഞാൻ തുടങ്ങി. ആ കൈമർജിക്കണവൻ ഗൈസ് എന്നെ അപമാനിക്കുന്നവനാണ്. സുഹൃത്തുക്കളെ, നമ്മൾ ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രം, അതായത് അയ്യപ്പന്റെ കോവിൽ എത്തിയിരിക്കുകയാണ്. ഇദ്ദേഹമാണ് നമ്മുടെ തലമൂത്ത അണ്ണൻ. കൂട്ടുകാരെ, ആശാന്റെ വിരൽ കൈയിട്ട് ഒടിഞ്ഞെന്നാണ് ആശാൻ പറയണത്. പിന്നെ ആരെന്നറിയണ്ടേ? അമൽ ഭായ്, അദ്ദേഹത്തെ 2 വാക്ക്. അണ്ണൻ പാവം നന്നായി. ആശാനെ വിളിച്ച് പറഞ്ഞു നന്നായി കൈ വയ്യ. അപ്പൊ ആശാൻ പറഞ്ഞ എന്നാ എത്ര കൈ ഒടിഞ്ഞു? അപ്പൊ 2 വിരലെന്ന് പറഞ്ഞാൽ 3 വിരലിൽ താളം അടിക്കാൻ പറ്റും. പൂന്ത്ര ശാസ്താ ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ചാണ് ഇന്ന് മേളത്തിന് വന്നിട്ടുള്ളത്. കിടക്കണ ചെണ്ടമേളം. രാധാകൃഷ്ണൻ്റെ ആൻഡ് പാർട്ടി പാച്ചല്ലൂർ. ബാക്കിയുള്ളൊന്നും കാണണ്ട, അത് അത്ര മെയിനായിട്ട് കണ്ടാൽ മതി. ഒന്നും കൂടെ ബുക്കിൻ്റെ ഫ്രണ്ട് പേജ് കാണിക്കുന്നു. ഉത്സവത്തിൻ്റെ ഡേറ്റ് എല്ലാം ഇതിൽ ഉണ്ട്. എല്ലാവർക്കും വരാം, ഉത്സവത്തിന് പങ്കാളികളാവാം. ആദ്യത്തെ ഒരു മേളം കഴിഞ്ഞിട്ടുണ്ട് ഗായ്സ്. അടിവിടരുത്. തളർന്നാടാ. കുട്ടാശ. ട്രെയിൻ എത്ര മണിക്ക്? 9 മണിക്കാ ടിക്കറ്റ് ബുക്ക് ചെയ്താ? എത്ര മണിക്ക് പോണത്? എങ്ങോട്ട് പോണത്? തമിഴ്നാടാ? മേളം ഉണ്ടോ? പിന്നെ പോയിട്ടോ അന്വേഷിച്ചെന്ന് പറ എല്ലാരും. ഇപ്പോഴും ചന്ദ്രൻ
സ്വസ്തി. ഇന്നത്തെ വേളം കഴിഞ്ഞു. അനീഷേട്ടക്ക് ഇന്ന് തകർത്തു. ഭയങ്കര കറക്കമായിരുന്നു ഇന്ന്.